കഥ തുടരുന്നു. നുരഞ്ഞു പൊന്തുന്ന മദ്യത്തിലേക്ക് നോക്കി അജിത് മേനോൻ പുഞ്ചിരിച്ചു. പദ്ധതി കലക്കി, അയാൾ മന്ത്രിച്ചു. അഞ്ജന പോലീസ് പിടിയിലായി. രാമുവാണ് രക്ഷിച്ചത്. പക്ഷേ അവൻ കള്ളം പറഞ്ഞതാണെന്ന് പിന്നീട് ആരും തെളിയിക്കരുത്. അവൻ സ്റ്റേഷനിൽ ആത്മഹത്യ ചെയ്യണം. മൃദുല എൻ്റെ പിടിവിട്ട് പോകരുത്. ഒരു നായയെപ്പോലെ എൻ്റെ കാൽച്ചുവട്ടിൽ കിടക്കണം. ഏതായാലും അവരവളെ കൊണ്ടുവരട്ടെ, അയാൾ സ്വയം പറഞ്ഞുകൊണ്ട് മദ്യം കുടിച്ചു. ലഹരി ഞരമ്പുകളിൽ കൂടുന്തോറും അയാൾക്ക് ഉത്സാഹം കൂടി വന്നു. സബ് ഇൻസ്പെക്ടർ പവിത്രൻ അഞ്ജനയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയപ്പോൾ മൃദുല വല്ലാതെ ഭയപ്പെട്ടു. ദുഷ്ടമൃഗങ്ങൾ നിറഞ്ഞ ഒരു കൊടുങ്കാട്ടിൽ ഒറ്റപ്പെട്ടതുപോലെയായിരുന്നു അവൾ. ഇതുവരെ അപകടങ്ങളെ നേരിടാൻ ഒരാൾ കൂടിയുണ്ടായിരുന്നു. ഇതാ ഇപ്പോൾ അവളെ ഒരു കള്ളസാക്ഷിയുടെ ബലത്തിൽ പോലീസ് കൊണ്ടുപോയിരിക്കുന്നു. സ്ത്രീയോട് തീരെ മോശമായി പെരുമാറാൻ തക്ക ക്രൂരന്മാരല്ല എല്ലാ പോലീസുകാരും. പക്ഷേ പവിത്രൻ അജിത് മേനോൻ്റെ ആളാണ്. അയാൾ ഈ ചെയ്യുന്നതൊക്കെ അജിത് മേനോന് വേണ്ടിയാണ്. ആ കള്ളസാക്ഷിയുടെ മുഖം അവൾ ഓർത്തു. ഇതൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണ്. അഞ്ജനയെ അപകടപ്പെടുത്താനാണ് അവരുടെ ശ്രമം. അവളെ എങ്ങനെയെങ്കിലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കണം. തനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവൾ ഓർത്തു. അഡ്വക്കേറ്റ് ചെറിയാൻ്റെ നമ്പർ കണ്ടുപിടിച്ച് അവിടേക്ക് ഫോൺ ചെയ്തു. അദ്ദേഹം തന്നെയാണ് അറ്റൻഡ് ചെയ്തത്. സാർ, ഞാൻ മൃദുലയാണ്. അഞ്ജനയെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. അവൾ തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. അങ്കിൽ ഉടനെ വരണം. അവളെ അപകടപ്പെടുത്താനുള്ള ഒരു ശ്രമമാണിത്. ശരി, ഞാൻ ഉടനെ പുറപ്പെടാം. CI മാർട്ടിനെ വിളിപ്പിച്ച് വിവരം പറഞ്ഞുകൊള്ളാം, അഡ്വക്കേറ്റ് ചെറിയാൻ ഉറപ്പ് കൊടുത്തു. ഡേവിഡിനെ വിവരമറിയിക്കണം. അയാൾക്കും കൂട്ടുകാർക്കും ആ കാര്യത്തിൽ കുറേയൊക്കെ ചെയ്യാനാവും. അവൾ വേലക്കാരോട് പറഞ്ഞിട്ട് പുറത്തേക്കിറങ്ങിയപ്പോഴാണ് അജിത് മേനോൻ്റെ ഗുണ്ടകൾ വന്നത്. മൃദുലയെ ബലമായി പിടിച്ച് ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോയി. അവൾ നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ അവർ തോർത്തുകൊണ്ട് വായ് മൂടിക്കെട്ടി. അവൾക്ക് പരിചയമില്ലാത്ത ഒരു കെട്ടിടത്തിലേക്കാണ് അവർ കൊണ്ടുപോയത്. ജീപ്പ് മുറ്റത്ത് നിർത്തിയിട്ട് അവളെ അവർ ബലമായി പിടിച്ചുകൊണ്ട് ചെന്നു. മുറിക്കകത്തായപ്പോഴാണ് തോർത്തഴിച്ചത്. അജിത് മേനോൻ അടുത്ത മുറിയിൽ നിന്ന് വന്നു ഇങ്ങനെ ചോദിച്ചുകൊണ്ട്. സോറി, ഇവന്മാർ മൃദുലയെ ഉപദ്രവിച്ചോ? എന്തിനാണ് എന്നെ ഇവിടെ പിടിച്ചു കൊണ്ടുവന്നത്? അവൾ ദേഷ്യവും ഭയവും കലർന്ന ശബ്ദത്തിൽ ചോദിച്ചു. പേടിക്കേണ്ട, ഒരു കാര്യം പറയാനാണ്. അയാൾ ഗുണ്ടകളെ പറഞ്ഞയച്ചു. നിങ്ങളൊക്കെ പൊക്കോ. അജിത്ത് അവളെ അകത്തെ മുറിയിലേക്ക് കൊണ്ടുവന്നു. ഹീറ്റർ വെച്ച് ചൂടാക്കിയ മുറിയായിരുന്നു അത്. അയാളോടൊപ്പം നിൽക്കാൻ അവൾക്ക് ഭയമുണ്ടായിരുന്നു. എങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നതെന്ന ചിന്തയായി. അന്യായത്തിൽ പറഞ്ഞു കടക്കുകയല്ലാതെ എതിർത്തിട്ട് തനിക്ക് നേടാനാവില്ലെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്കിൾ എന്തിനാണ് ഞങ്ങളെ ദ്രോഹിക്കുന്നത്? മൃദുല ചോദിച്ചു. ഞാൻ ആരെയും ദ്രോഹിക്കുന്നില്ല മൃദുലേ. ആര് പറഞ്ഞു? എന്നെ അപമാനിക്കാനാണ് അഞ്ജനയും മേനകയും ശ്രമിച്ചത്. നോ, അല്ല, അവൾ പറഞ്ഞു. അതെ, മൃദുലയ്ക്ക് അറിയില്ല. ഞാൻ വിശ്വസ്തനായ ഒരു മാനേജറായിരുന്നു. മേനക എന്ന സ്ത്രീ, അതായത് രാജേന്ദ്ര മേനോൻ്റെ ഭാര്യ, അഞ്ജനയുടെ അമ്മ, നിങ്ങളാരും ഉദ്ദേശിക്കുന്ന ആളല്ല. കാമം മുറ്റിയ ഒരു സ്ത്രീയായിരുന്നു അവർ. രാജേന്ദ്ര മേനോന് മേനകയെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞില്ല. അവളാകട്ടെ ആ കിളവനെ വെറുക്കാനും തുടങ്ങി. ആരോഗ്യമുള്ള ചെറുപ്പക്കാരെ വേട്ടയാടാൻ തയ്യാറായിരുന്ന അവളുടെ ഇരയാകുകയായിരുന്നു സാധുവായ ഞാൻ. മേനോനെ സ്ലീപ്പിംഗ് പിൽസ് കൊടുത്ത് ഉറക്കിക്കിടത്തിയിട്ട് അവൾ എൻ്റെ മുറിയിൽ വന്നു. അത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ അവൾ എന്താ ചെയ്തതെന്നറിയാമോ? എന്നെ ഭീഷണിപ്പെടുത്തി. അവളെ അനുസരിച്ചില്ലെങ്കിൽ ഞാൻ അവളെ അപമാനിക്കാൻ ശ്രമിച്ചതായി മേനോനോട് പറയുമെന്ന്. എൻ്റെ ജോലി പോകും. പിന്നെ ഞാൻ അവളുടെ അടിമയെപ്പോലെയായിരുന്നു. മേനോൻ മരിച്ചപ്പോൾ ആ ബന്ധം തുടരാൻ ഞാൻ ആഗ്രഹിച്ചില്ല. അവളെന്നെ വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചു. അങ്ങനെ യുവാവായ ഞാൻ ആ മധ്യവയസ്കയുടെ രണ്ടാം ഭർത്താവായി. എൻ്റെ ജീവിതമാണ് പോയത്. അവസാനം അവളും മകളും കൂടി എന്നെ വെറും കൈയോടെ പറഞ്ഞുവിടാൻ ശ്രമിച്ചപ്പോൾ ഞാൻ എതിർത്തു. മർദ്ദിക്കേണ്ടി വന്നിട്ടുണ്ട്. അവളുടെ ചതിക്ക് ഈശ്വരൻ കൊടുത്ത ശിക്ഷ മൃദുല കണ്ടില്ലേ? ഇപ്പോൾ അഞ്ജന എന്നെ ഇവിടെ നിന്ന് ഓടിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ എസ്റ്റേറ്റിന് വേണ്ടി ഞാനും കുറെ കഷ്ടപ്പെട്ടതാണ്. അതവർക്കറിയില്ല. അതുകൊണ്ടാണോ ഈ അക്രമങ്ങളും കൊലകളുമൊക്കെ ചെയ്തത്? മൃദുല ചോദിച്ചു. മൃദുലേ, ഞാൻ ആരെയും കൊന്നിട്ടില്ല. തനിക്ക് പോലും അറിയാത്ത ധാരാളം രഹസ്യങ്ങൾ ഇവിടെയുണ്ട്. പക്ഷേ ഞാനിതൊന്നും വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കണം, ഇതാണ് സത്യം. എൻ്റെ വിഷമങ്ങൾ ഒരാളെങ്കിലും മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്ക് സമാധാനിക്കാമല്ലോ. അതിനാണ് മൃദുലയെ ഇവിടേക്ക് വിളിപ്പിച്ചത്. എന്നാൽ ഞാൻ പോയിക്കോട്ടെ? അവൾ തിരിഞ്ഞു നടക്കാൻ ഭാവിച്ചപ്പോൾ അയാൾ ചുമലിൽ പിടിച്ചു. അല്പനേരം കൂടി ഇരുന്ന് സംസാരിക്കാം. എന്തെങ്കിലും അല്പം കുടിക്കാം. അയാൾ അവളെ അഭിമുഖമായി പിടിച്ചു നിർത്തി. മൃദുലയെ കണ്ട നാൾ മുതൽ എനിക്കിഷ്ടമായി. മൃദുലയും എന്നോട് സഹകരിച്ചാൽ ഈ തോട്ടത്തിൽ നിനക്കൊരു റാണിയായി വാഴാം. അഞ്ജനയെ കൊലക്കുറ്റത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തു. നിനക്കറിയില്ലേ? അവൾ ആരെയും കൊന്നിട്ടില്ല, മൃദുല പറഞ്ഞു. കൊന്നു. ആ രാമു അതിനൊക്കെ സാക്ഷിയാണ്. അവൻ നുണയൻ, കള്ളൻ. അഞ്ജനയോടൊപ്പം ഉണ്ടായിരുന്ന ആളെയും പോലീസ് അറസ്റ്റ് ചെയ്താൽ നീയും അകത്താ, അതറിയാമോ? അയാൾ അവളെ ബലമായി പിടിച്ച് ചുംബിക്കാൻ ശ്രമിച്ചു. അവൾ കുതറി മാറി. എന്നെ തൊടരുത്. നിങ്ങളെ എനിക്കിഷ്ടമല്ല.
നിന്റെ ഇഷ്ടം ആരാടി നോക്കുന്നത്? നീ കണ്ടോ, അഞ്ജന എൻ്റെ കാൽക്കീഴിൽ വരും. അപ്പോൾ നിന്നെ ഞാൻ ഈ തോട്ടത്തിൻ്റെ മുതലാളിയാക്കും. എനിക്കൊന്നും ആവേണ്ട. നിങ്ങൾ പറഞ്ഞത് മുഴുവൻ കള്ളമാണ്. നിങ്ങൾ ചെയ്തത് മുഴുവൻ ചതിയാണ്. കൊലയാളിയാണ് നിങ്ങൾ. അവൾ കുതറി ഓടാൻ ശ്രമിച്ചു. അയാൾ അവളെ ബലമായി എടുത്തു ബെഡിലേക്കിട്ടു. അവൾ അയാളുടെ മൽപ്പിടുത്തം നിർത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് നോക്കി ചാൾസ് നിന്നു. അവനെ കടിച്ചു മുറിവേൽപ്പിച്ചപ്പോൾ ചീത്ത വിളിച്ചുകൊണ്ട് അയാൾ അവളുടെ കർണത്തടിച്ചു. മൃദുല നിലവിളിച്ചു. അയാൾ അവളുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറാൻ തുടങ്ങിയപ്പോൾ ചാൾസ് ഇടപെട്ടു. അജിത്തിൻ്റെ കഴുത്തിന് പിടിച്ചു ബെഡിൽ നിന്ന് പുറത്തേക്കിട്ടിട്ട് ഒരു കസാരയെടുത്ത് അയാളുടെ തലയ്ക്കടിച്ചു. അങ്ങനെയായിരുന്നു തുടക്കം. ചാൾസ് തന്നെ രക്ഷിച്ചത് കണ്ട് മൃദുല പിടഞ്ഞെണീറ്റു. ചാൾസും അജിത് മേനോനും കണ്ണിൽ കണ്ണിൽ നോക്കി. ഞാൻ ജയിലിൽ കിടന്ന് മരിക്കുമെന്ന് നീ കരുതി അല്ലേടാ? ചാൾസ് അലറി. പക്ഷേ പഴയ ഓർമ്മകൾ മനസ്സിലേക്ക് വന്നപ്പോൾ അജിത്ത് പതറി. പരസ്പരം കൊന്നു പകവീട്ടാനായി അവർ ദ്വന്ദ്വയുദ്ധം നടത്തി. ഇരുവരുടെയും ശരീരത്ത് ക്ഷതമേറ്റു. ചാൾസ് അയാളെ എടുത്ത് ജനലിൽ ഇടിച്ചു. ജനൽ ചില്ലുകൾ തകർന്നു പോയി. ചാൾസിൻ്റെ ശരീരത്ത് ചില്ലുകൊണ്ട് മുറിഞ്ഞു. തറയിൽ വീണ അജിത്തിനെ ഹീറ്റർ കൊണ്ട് കത്തിക്കാൻ ശ്രമിച്ചപ്പോൾ അയാൾ രക്ഷപ്പെട്ടു ഓടി. നന്ദി ചാൾസ്, മൃദുല പറഞ്ഞു. മൃദുല വരൂ. അയാൾ അവളുടെ കൈ പിടിച്ചുകൊണ്ട് പുറത്തു കടന്നു. ഇരുവരും നന്നേ ക്ഷീണിച്ചിരുന്നു. അജിത്ത് എവിടെ ഒളിച്ചെന്ന് കണ്ടില്ല. പുറത്ത് മഴയും കാറ്റുമായിരുന്നു. അവർ ഓടി. പെട്ടെന്ന് ഒരു വെടിശബ്ദം ഇരുവരെയും വീഴിച്ചു. പതറി കാല് തട്ടി വീഴുകയായിരുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ മുറ്റത്ത് തോക്കുമായി നിൽക്കുന്ന അജിത്ത് ചെടികൾക്കിടയിലേക്ക് ഇഴഞ്ഞു ഓടി. മൂടൽമഞ്ഞ് അവിടെ മാകെ നിറഞ്ഞു നിന്നിരുന്നതിനാൽ അജിത്തിന് അത്ര വേഗം തങ്ങളുടെ പിന്നാലെ എത്തിപ്പിടിക്കാൻ കഴിയുകയില്ലെന്ന് ചാൾസിനറിയാമായിരുന്നു. മൃദുലയുടെ ശരീരം പനി പിടിച്ചതുപോലെ വിറയ്ക്കുകയായിരുന്നു. ശക്തിയായ മഴ. വസ്ത്രങ്ങൾ നനഞ്ഞൊട്ടി. മൃദുലയെ വലിച്ചുകൊണ്ടാണ് അയാൾ ഓടിയത്. അയാൾ കൊന്നാലും വേണ്ടില്ല, ഇനി ഓടാൻ വയ്യ, അവൾ പറഞ്ഞു. ചാൾസ് അവളെ വലിച്ചടിപ്പിച്ച് ഒരു മരത്തിൻ്റെ ചുവട്ടിലേക്ക് ചേർന്ന് നിന്നു. ഹോ, അവളുടെ പല്ലുകൾ കൂട്ടിയിടിച്ചു. തല തോർത്തിക്കോ, അല്ലെങ്കിൽ പനി വരും, അയാൾ ഉപദേശിച്ചു. അവൾ അയാളെ കെട്ടിപ്പിടിച്ച് ആ കണ്ണുകളിലേക്ക് നോക്കി. നിങ്ങളാണ് എന്നെ ആ ചെകുത്താനിൽ നിന്ന് രക്ഷിച്ചത്, അവൾ മന്ത്രിച്ചു. അവളുടെ മുഖത്ത് നോക്കിയപ്പോൾ അയാൾക്ക് എന്തെല്ലാമോ തോന്നി. അവളുടെ നനഞ്ഞ യൗവനം അയാളുടെ സിരകളെ ചൂട് പിടിപ്പിച്ചു. പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന അഞ്ജനയെ പവിത്രൻ ലോക്കപ്പിലേക്ക് തള്ളി. നീയാണ് ഈ കൊലകളൊക്കെ ചെയ്തത് അല്ലേടി? സാർ, അധികാരം കയ്യിലുണ്ടെന്ന് കരുതി എന്ത് അനാവശ്യവും കാണിക്കാമെന്ന് കരുതരുത്. അഞ്ജനയ്ക്ക് ദേഷ്യവും ദുഃഖവും ഉണ്ടായി. നീ എന്ത് ചെയ്യുമടി? ഞാൻ ആരാണെന്നറിയാമോ? ചെയ്യാത്ത കുറ്റം എൻ്റെ മേൽ ചുമത്താൻ ശ്രമിക്കുകയാണ് സാർ. വാ നായിൻ്റെ മോളെ, അയാൾ അവളുടെ കർണത്തടിച്ചു. അപ്പോൾ ഇവിടെ സാക്ഷി പറഞ്ഞവനോ? രാമുവിനെയും കൂട്ടുപിടിച്ചല്ലേടി നീ കൊല ചെയ്തത്. നീ ഇനി രക്ഷപ്പെടാമെന്ന് കരുതേണ്ട. അയാളെ എനിക്കറിയില്ല. അവൻ അജിത് മേനോന് വേണ്ടി കള്ളസാക്ഷി പറയുകയാണ്. മിണ്ടരുത്. ചവിട്ടി നിന്റെ പറഞ്ഞതും അയാൾ ചവിട്ടിയതും ഒപ്പമായിരുന്നു. അമ്മേ, ലോക്കപ്പിൽ നിന്ന് അഞ്ജനയുടെ നിലവിളി ഉയർന്നു. അഞ്ജന വേദനയോടെ സെല്ലിൻ്റെ മൂലയിലിരുന്നു. അപ്പോഴും അവൾ കോപത്തോടെ ഇൻസ്പെക്ടർ പവിത്രനോട് ചോദിച്ചു. എന്നെ ഉപദ്രവിക്കാൻ നിങ്ങൾക്ക് എന്താണ് കാര്യം? വനിതാ പോലീസിനെ വിളിക്കേ. എന്നെ ഉപദ്രവിച്ചതിന് നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. ഈ പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്നത് പോലും എൻ്റെ ഡാഡി കൊടുത്ത സ്ഥലത്താണ്, അറിയാമോ? ഇൻസ്പെക്ടർ കോപത്തോടെ അവളെ നോക്കി. പുരുഷനാണ് പോലും. കള്ളസാക്ഷികളെ കൊണ്ടുവന്ന് സ്ത്രീകളെ മർദ്ദിച്ച് ഇത്തരം നികൃഷ്ടനെ ഞാൻ ആദ്യം കാണുകയാണ്. മിണ്ടാതിരി. അധികം തൊള്ള തുറന്നാൽ നിൻ്റെ വാന ചവിട്ടിപ്പൊളിക്കും, പവിത്രൻ കാലുയർത്തി. അപ്പോൾ മണിയടിച്ചു. അറ്റൻഡ് ചെയ്ത പോലീസുകാരൻ വന്ന് പറഞ്ഞു. സാറിന് ഫോൺ. ആരാടോ? സർക്കിളാ. ഞാനിവിടെ ഇല്ലെന്ന് പറയേ. ഉണ്ടെന്ന് പറഞ്ഞു പോയി. SI ആ കോൺസ്റ്റബിളിനെ കണ്ണുരുട്ടി നോക്കി. വരട്ടുകയൊന്നും വേണ്ട, ഞങ്ങൾക്ക് യൂണിയൻ ഉണ്ടെന്ന മട്ടിൽ കോൺസ്റ്റബിൾ നിന്നു. പവിത്രൻ ഫോൺ അറ്റൻഡ് ചെയ്തു. യെസ് പവിത്രൻ. CI പവിത്രൻ അഞ്ജനയെ അറസ്റ്റ് ചെയ്തോ? ചെയ്തു. എന്ത് കുറ്റമാണ് അവരുടെ പേരിൽ? ഒരു പെൺകുട്ടിയെ അപമാനിക്കുന്നതിനും തക്ക കാരണം വേണ്ടേ? അവളാണ് ആ കൊലകൾ ചെയ്തിരിക്കുന്നത്. ഏതു കൊലകൾ? വീരപ്പൻ്റെയും തോമച്ചൻ്റെയും അജിത് മേനോനും കൂടി കൊല്ലാനാണ് അവളുടെ ശ്രമം എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? അവളുടെ കൂടെ ഉണ്ടായിരുന്നവനെ അറസ്റ്റ് ചെയ്തു. അവൻ കുറ്റം സമ്മതിച്ചു. അവൻ്റെ പേരെന്താണ്? രാമു. അവൻ എവിടെയുണ്ടോ? ഉണ്ട്. അഞ്ജനയെ ഉപദ്രവിക്കരുത്. ഞാൻ അവിടേക്ക് വരുന്നു. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് തൊഴിലാളികൾ അറിഞ്ഞാലുണ്ടാകുന്നത് എന്താണെന്ന് അറിയാമോ? താനും താനിരിക്കുന്ന പോലീസ് സ്റ്റേഷനും അവർ നിമിഷ നേരം കൊണ്ട് പൊടിച്ചു കളയും. തനിക്ക് എന്നോടൊന്ന് ആലോചിക്കാൻ മേലായിരുന്നോ? അജിത് മേനോൻ്റെ സമ്പാദ്യം കുറേയധികം താൻ കൈപ്പറ്റുന്നുണ്ടല്ലേ? സാർ സീനിയറാണെന്ന് കരുതി അനാവശ്യം പറയരുത്. തനിക്ക് ആവശ്യമായിരിക്കും, പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റിന് അത് അനാവശ്യമാണ്. പവിത്രൻ അവിടെ ഉണ്ടാവണം. ഞാനിതാ പുറപ്പെട്ടു. CI മാർട്ടിൻ ഫോൺ വെച്ചു. പവിത്രൻ ഫോൺ വയ്ക്കുന്നതിന് മുമ്പ് സ്റ്റേഷന് വെളിയിൽ ആൾക്കൂട്ടം കണ്ടു. എന്താടോ അത്? കോൺസ്റ്റബിളിനോട് തിരക്കി. തൊഴിലാളികളാണ് സാർ. അഞ്ജനയെ അറസ്റ്റ് ചെയ്തതറിഞ്ഞ് വന്നതാണ്. വിരട്ട് ഓടിക്കടാ ചെറ്റകളെ. 100-500 ആളുകളുണ്ട് സാറേ.
ഞങ്ങൾ ഈ 8-9 പേരെ കൊണ്ട് അവർക്കൊന്ന് ഞൊട്ടാനേയുള്ളൂ, ഹെഡ് കോൺസ്റ്റബിൾ പറഞ്ഞു. പവിത്രൻ്റെ രീതികൾ ഇഷ്ടപ്പെടാത്ത പോലീസുകാർ അവിടെയുണ്ടായിരുന്നു. അവരാണ് ഡേവിഡിനെയും കൂട്ടുകാരെയും വിവരമറിയിച്ചത്. നിമിഷം കൊണ്ട് എസ്റ്റേറ്റിൽ വിവരം പടർന്നു. SI പവിത്രൻ നീതി പാലിക്കുക, അഞ്ജനയെ വിട്ടയക്കുക, അജിത് മേനോൻ്റെ വാലാട്ടിപ്പട്ടി മര്യാദയ്ക്ക് നീതി നടത്തുക, കള്ളസാക്ഷികളെ ശിക്ഷിക്കുക. മുദ്രാവാക്യങ്ങൾ കേട്ട് ഇൻസ്പെക്ടർ പവിത്രൻ വരാന്തയിലേക്ക് ചെന്നു. റിവോൾവർ ചൂണ്ടി അയാൾ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് വേണ്ടത്? അത് സാറിനറിയില്ലേ? ഡേവിഡ് ചോദിച്ചു. ആ തോക്കിൽ 6 വെടിയുണ്ടയല്ലേ ഉള്ളൂ. അതുകൊണ്ട് 6 പേരെ കൊല്ലാൻ കഴിഞ്ഞാലും ബാക്കിയുള്ളവർ നിങ്ങളെ വെറുതെ വിടുമെന്ന് കരുതുന്നുണ്ടോ? ഭാര്യയും മക്കളോ അനാഥരാവും. ഡേവിഡിൻ്റെ കൂട്ടുകാരൻ മുന്നറിയിപ്പ് കൊടുത്തു. ഷട്ടപ്പ്! അവൻ്റെ നേരെ തോക്ക് ചൂണ്ടി പവിത്രൻ അലറി. വരട്ടാതെ സാറേ, ഞങ്ങളിത് കുറേ കണ്ടു മടുത്തതാ, ഒരു വൃദ്ധൻ വാക്കത്തി ഉയർത്തി പറഞ്ഞു. എൻ്റെ മോനെ വെടിവെച്ചാൽ നിന്നെ ഞാൻ വെട്ടിക്കൊല്ലും. സംഗതി പന്തിയല്ലെന്ന് പവിത്രന് മനസ്സിലായി. പോലീസിൻ്റെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യണം. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ CIയുടെ ജീപ്പ് വരുന്നത് കണ്ടു. അയാൾ വേറെ പോലീസിനെ വിളിച്ചെന്ന് തോന്നുന്നു. ഏതവനാടാ വരുന്നത്? ആളുകൾ അങ്ങോട്ട് തിരിഞ്ഞു. അത് CI മാർട്ടിൻ സാറാ. ആരും ബഹളം വയ്ക്കരുത്, അദ്ദേഹം സമാധാനം പറയട്ടെ, ഡേവിഡ് വിളിച്ചു പറഞ്ഞു. ആളുകൾ ജീപ്പ് തടഞ്ഞപ്പോൾ മാർട്ടിൻ പറഞ്ഞു, നിങ്ങൾ ബഹളം വയ്ക്കരുത്. എന്താണുണ്ടായതെന്ന് ഞാൻ അന്വേഷിക്കട്ടെ. വളരെ വിഷമിച്ചാണ് മാർട്ടിൻ ആൾക്കൂട്ടത്തിലൂടെ ചെന്നത്. മാർട്ടിൻ അഞ്ജനയോട് സംസാരിച്ചു. പിന്നെ രാമുവിനെ വിളിപ്പിച്ചു. എന്താണ് തനിക്ക് പറയാനുള്ളത്? മാർട്ടിൻ ചോദിച്ചു. അവൻ ഇൻസ്പെക്ടർ പവിത്രനെ നോക്കി. പറഞ്ഞോളൂ, പറയുന്നത് സത്യമായിരിക്കണം, അല്ലെങ്കിൽ നിന്റെ താമസം ജയിലിലായിരിക്കും. ആ സ്ത്രീയെ കൊല ചെയ്തത്. അത് തനിക്കെങ്ങനെ അറിയാം? ഞാൻ കണ്ടു, ഞാനും കൂടി ഉണ്ടായിരുന്നു. എങ്ങനെയാണ് കൊന്നത്? വെട്ടി. എന്തുകൊണ്ട്? കോടാലി കൊണ്ട്. അപ്പോൾ ഇവളുടെ കൂട്ടുകാരി എവിടെയായിരുന്നു? എനിക്കറിയില്ല. അവൻ വിറയ്ക്കാൻ തുടങ്ങി. നീ പറയുന്നതെല്ലാം സത്യമാണല്ലോ അല്ലേ? അതെ. ഈ കൊലയൊക്കെ അഞ്ജന എന്തിനാണ് ചെയ്തത്? എനിക്കറിയില്ല. അമ്മയെ കൊല്ലാൻ ഇവരൊക്കെ കൂട്ടുനിന്നെന്ന് പറയുന്നത് കേട്ടു. നീ ബംഗ്ലാവിലെ വേലക്കാരനാണോ? അല്ല. നിനക്ക് എങ്ങനെയാണ് അഞ്ജനയെ പരിചയം? കണ്ടുപരിചയമുണ്ട്. ഈ കൃത്യങ്ങൾക്ക് കൂട്ടുനിന്നതിന് നിനക്ക് എന്ത് തന്നു? രൂപ. എത്ര? 1000. ഇത്ര ചെറിയ തുകയോ? ബാക്കി പിന്നെ തരുമെന്ന് പറഞ്ഞു. പണമൊക്കെ നീ എന്ത് ചെയ്തു? ചെലവാക്കി. എങ്ങനെ? ചായ കുടിച്ചും മദ്യം കുടിച്ചും. മാർട്ടിൻ ഒറ്റ തൊഴി. അവൻ കറങ്ങി താഴെ വീണു. നായൻ്റെ മോനെ, സത്യം പറഞ്ഞോ, അല്ലെങ്കിൽ നിന്നെ ഇവിടെ വെച്ച് ഇടിച്ചു കൊല്ലും. സാർ, ഞാൻ സത്യം പറയാം, എന്നെ തല്ലരുത്, അവൻ നിലവിളിച്ചു. എനിക്കൊന്നും അറിയില്ല. അജിത് മേനോനാണ് എന്നെ അയച്ചത്. ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറഞ്ഞു. പിന്നെ? അവൻ പവിത്രൻ്റെ നേരെ നോക്കി. റാസ്കൽ! അപ്പോൾ നീ എൻ്റെ മുന്നിൽ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു അല്ലേടാ? പവിത്രൻ അവനെ എടുത്തിട്ടടിച്ചു. പവിത്ര, വേണ്ട, CI തടഞ്ഞു. ലോക്കപ്പിൽ നിന്ന് വന്ന അഞ്ജനയോടെ CI പറഞ്ഞു. സോറി കുട്ടി, ഇനി ആരും നിന്നെ ഉപദ്രവിക്കില്ല. അഞ്ജന പുറത്തേക്കിറങ്ങിയപ്പോൾ തൊഴിലാളികൾ ഉത്സാഹത്തോടെ ബഹളം വച്ചു. അഡ്വക്കേറ്റ് ചെറിയാനും അപ്പോഴേക്കെത്തി. എൻ്റെ കുട്ടിയെ നിങ്ങൾ മർദ്ദിച്ചു. കൊലക്കുറ്റം ചെയ്ത ഒരാളെ തല്ലുന്നത് എന്തിനാണ്? അതിന് സമാധാനം നിങ്ങൾ പറയണം. അഡ്വക്കേറ്റ് ചെറിയാൻ പവിത്രനോട് ചൂടായി. ആളുകളും ബഹളം വച്ചു. ഒരു വിധത്തിലാണ് മാർട്ടിൻ അവരെ സമാധാനിപ്പിച്ചത്. അഞ്ജന ബംഗ്ലാവിലെത്തിക്കഴിഞ്ഞാണ് മൃദുല വന്നത്. ഇരുവരും സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞ് അവസാന നിമിഷം അപകടത്തിൽ നിന്ന് രക്ഷിച്ച ദൈവത്തെ സ്തുതിച്ചു. അഡ്വക്കേറ്റ് ചെറിയാനായിരുന്നു അവർക്ക് ഏറെ ആശ്വാസം. ഇനി എസ്റ്റേറ്റിൻ്റെ ഓണർ അഞ്ജനയാണ്. മറ്റാർക്കും അതിൽ അവകാശമില്ല. രാജേന്ദ്ര മേനോൻ മരിച്ചപ്പോൾ പേപ്പറുകൾ ഒപ്പിട്ടത് മേനകയാണ്. അവൾ ഒരു രേഖകളും അജിത്തിൻ്റെ പേരിൽ എഴുതി കൊടുത്തിരുന്നില്ല. മേനക മരിച്ചതിനാൽ അഞ്ജനയാണ് MD, അദ്ദേഹം പറഞ്ഞു. എല്ലാ രേഖകളും ഞാൻ അഞ്ജനയ്ക്ക് എത്തിക്കാം. സംശയങ്ങൾ തീർക്കാൻ എൻ്റെ ജൂനിയറെ വിട്ടുതരികയും ചെയ്യാം. വളരെ നന്ദി സാർ. അഞ്ജനയുടെ കണ്ണു നിറഞ്ഞുപോയി. രാത്രിയായി. ഇൻസ്പെക്ടർ പവിത്രൻ ബൈക്കിൽ താമസ സ്ഥലത്തേക്ക് മടങ്ങുകയായിരുന്നു. റോഡിൽ വലിച്ചു കെട്ടിയിരുന്ന നൂൽക്കമ്പിയിലിടിച്ച് തെറിച്ചു വീണു. വീണെടുത്തു നിന്ന് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. കുറേ ആളുകൾ വളഞ്ഞു. അയാളുടെ നിലവിളി വകവയ്ക്കാതെ തല്ലിച്ചതച്ചു. മരിക്കാറായപ്പോൾ തൂക്കിയെടുത്ത് ചെളിയിലേക്കെറിഞ്ഞിട്ട് അവർ പോയി. കഥ തുടരും.